إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സർവശക്തനായ നാഥൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും എൻ്റെ മക്കളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്ന അവൻ്റെ ഉത്തമദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാംക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും പടച്ച തമ്പുരാൻ നമുക്ക് അർഹമായ പ്രതിഫലം നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസം വന്നു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ റമളാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിലൊക്കെ കാണുവാൻ കഴിയും. ഇങ്ങനെയൊരു പ്രാർത്ഥന കൂടെ ഉദ്ധരിച്ച് കാണുന്നുണ്ട്. സാധാരണ റജബ് മാസമായാൽ നമ്മുടെ പള്ളികളിലൊക്കെ അങ്ങനെ ഒരു പ്രാർത്ഥന പറയാറുമുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുമുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലഗ്നാ റമളാൻ. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് ഈ റജബിലും ഷഅബാനിലും നീ ബർക്കത്ത് ചെയ്യണം. ഒരു റമളാൻ കൂടെ കണ്ടുമുട്ടുവാൻ, അതിനെ ആശ്ലേഷിക്കുവാൻ, അതിനനുഭവിക്കുവാൻ, അതിനെ ആസ്വദിക്കുവാനുള്ള ഒരു അനുഗ്രഹം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്തു തന്നെയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വെളിപ്പാടകലെ ഈ പരിശുദ്ധ മാസം നമ്മിലേക്ക് നെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ അമലുകളും ഇബാദത്തുകളുടെയും ഒക്കെ ആത്യന്തികമായ തേട്ടം എന്താണ്? നാം നോമ്പെടുക്കാൻ പോകുന്നതിന് മുമ്പ് എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അത് അല്ലാതെ ഒരു കർമ്മം നിർവഹിച്ചതിന് ശേഷം അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒരു പാഴ്വേലയാണ്. അപ്പോൾ നമ്മുടെ ഈ നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, അമലുകൾ ഏതുമാകട്ടെ, അതൊരു പാഴ്വേലയായിട്ട്, ഒരു പ്രയോജനമില്ലാത്ത ഒരു സംഗതിയായി മാറാൻ പാടില്ല. അതെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആ കർമ്മങ്ങൾ നിർവഹിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ധാരണയും വളരെ വ്യക്തമായൊരു ദിശാബോധവും നമുക്ക് അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, നോമ്പിൻ്റെ ഉദ്ദേശം പറഞ്ഞ കൂട്ടത്തിൽ കുതിബ അലൈക്കും യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വളരെ വ്യക്തമാണ് പറഞ്ഞത്. ഇതിനു മുൻപ് ഉള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ള ആളുകളാവുക എന്നുള്ളതാണ്. തഖ്വയുള്ള ആളുകളാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ച്, സദാ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ ആണ് ഞാൻ എന്ന ഒരു ബോധത്തോടുകൂടി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് തഖ്വയുള്ള ആളുകളാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് മാത്രമല്ല, ഈ തഖ്വ എന്ന് പറയുന്ന സംഗതി അത് പലപ്പോഴും നമ്മളിൽ നിന്ന് ഈ വോൾട്ടേജ് കുറയും പോലെ, മൊബൈലിൻ്റെ ചാർജ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് പോലെ അതിങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ആ ഈമാൻ യസീദു വ യൻഖുസു എന്നാണ്. ഈമാൻ അങ്ങനെ തന്നെയാണ്. ഈമാനും മുന്നെ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ആയതുകൊണ്ട് ഈ തഖ്വ ലൈവായിട്ട് നിൽക്കേണ്ടതുണ്ട്, അത് നിരന്തരമായിട്ട് നിൽക്കേണ്ടതുണ്ട്. അത് സസ്റ്റൈനബിളായിട്ട് എന്നും നമ്മുടെ കയ്യിൽ നമ്മെ നയിക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സംഗതിയായിട്ട് ഈ തഖ്വ ലൈവായിട്ട് ഒരു വിശ്വാസി നിലനിർത്തേണ്ടതുണ്ട്. ആ നിർത്തുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമുഅ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഈ ഖുതുബയിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചു. നിങ്ങൾ എന്നോട് പോലെ നിങ്ങളോട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്ന് പറയുന്ന ഒരു വചനം നിങ്ങളുടെ മുന്നിൽ ഓതിയിട്ടുണ്ടെങ്കിൽ, ഓതിയിട്ടില്ലെങ്കിൽ ഈ ജുമുഅ സ്വീകരിക്കപ്പെടുകയില്ല. ആ ഖുതുബയുടെ ഫർളിൽപ്പെട്ട ഒന്നാണ് തഖ്വയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. തഖ്വ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അവരുടെ തഖ്വാബോധം ഒന്ന് ഉഷാറാക്കിയെടുക്കുവാൻ, ഒന്ന് ലൈവാക്കിയെടുക്കുവാൻ വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുക എന്നുള്ളതിന് വേണ്ടി 2 റക്അത്ത് നമസ്കാരം കുറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വയെക്കുറിച്ചുള്ള ഉത്ബോധനത്തിന് വേണ്ടി ഒരു സമയം നീട്ടിവെക്കാനും, ആ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരാഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുവാൻ പര്യാപ്തമായ ഒരു കർമ്മമാണ് എന്ന് പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുള്ളത്. എന്തിന് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ തഖ്വയെക്കുറിച്ച് കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിനാണ്. ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരാളെ മുത്തഖി എന്ന് പറയുന്ന ആരെയാ?
നമ്മുടെ വീട്ടിൽ മുത്തക്കിയായിട്ടുള്ള ഒരാളാണ്, തഖ്വയുള്ള ഒരാളാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ചില ഹാവഭാവങ്ങളും ചില ഐഡന്റിറ്റിയും ഒക്കെ ഉള്ള ആളുകളെയാണ്. നല്ലൊരു നീട്ടിയ താടി വെച്ച് ഒരു പച്ച തലപ്പാവ് തോളിൽ കൂടെ കെട്ടി അതിന് വലിയൊരു ജുബായും വേറെ ഇതുമൊക്കെ ധരിച്ച് അങ്ങനെ ഒരു പ്രത്യേക വേഷവിധാനമുള്ള ആളുകളെയാണ് നമ്മൾ തഖ്വയുള്ള ആളുകൾ എന്ന് പറയാറുള്ളത്. വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ തഖ്വയെ അളക്കുന്ന ആളുകളുണ്ട്, കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തഖ്വ മനസ്സിലാക്കപ്പെടുന്ന ആളുകളുണ്ട്. മുആമലാത്തുകൾ, അതേപോലെ തന്നെ ആളുകളുമായിട്ടുള്ള ഇടപാടുകളും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൂക്ഷ്മത വെച്ച് പുലർത്തുന്നവരുണ്ട്. അതേപോലെ തന്നെ ആളുകളോടുള്ള സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഇടപെടലുകളിലും അതുപോലുള്ള എല്ലാ ഓരോ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിരീക്ഷിക്കുന്നു എന്ന ബോധ്യത്തോടുകൂടി ഓർമ്മയോടുകൂടി പോകുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ വീക്ഷണത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ നല്ല നിസ്കാരമുള്ള ആള്, നോമ്പ് നോക്കുന്ന ആള്, സക്കാത്ത് കൊടുക്കുന്ന ആള്, ഹജ്ജ് ചെയ്യുന്ന ആള്, ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അയാൾ മുത്തഖിയാണ്. പക്ഷേ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ആ തഖ്വയ്ക്ക് വിരുദ്ധമായ ചിലതൊക്കെ അയാൾക്കുണ്ട്. പക്ഷെ അത് നമ്മൾ പരിഗണിക്കാറില്ല. പക്ഷെ ആ ചെയ്ത കർമ്മങ്ങളെയൊക്കെ നിഷ്ഫലമാക്കുന്ന പല പ്രവർത്തനവും അയാളിലുണ്ടായി എന്ന് വരാം. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നൊരു ഹദീസ്, എല്ലാ പ്രവർത്തനവും പാഴായിപ്പോയ, പാപ്പറായിപ്പോയ മൻഹുവൽ മുഫ്ലിസ്, ആരാണ് ഈ എല്ലാം നഷ്ടപ്പെട്ടവൻ എന്ന് ചോദിച്ച ഒരു പ്രവർത്തനം. ആ മനുഷ്യൻ നിസ്കരിക്കാഞ്ഞിട്ടല്ലോ, അയാൾ നോമ്പനുഷ്ഠിക്കാഞ്ഞിട്ടല്ല, അയാൾ സക്കാത്തും ഹജ്ജും ചെയ്യാഞ്ഞിട്ടല്ല, അയാൾ സലാത്തും സക്കാത്തും കൊടുക്കാഞ്ഞിട്ടല്ല, ദിക്റും ദുആയും ചെയ്യാഞ്ഞിട്ടല്ല. പക്ഷെ അയാൾ ഏറ്റവും നിന്ദ്യമായി നരകത്തിലേക്ക് അയക്കപ്പെടുന്നത് അയാളുടെ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും തഖ്വയില്ലാത്തത് കൊണ്ടാണ്. അയാൾ നിസ്കാരമുള്ള ആളായിരുന്നു, തഖ്വയുള്ള ആളാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ നല്ല മുത്തക്കിയാണ്. അയാൾ നോമ്പുള്ള ആളായിരുന്നു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല മുത്തക്കിയാണ്. അയാൾ സക്കാത്ത് കൊടുക്കിരുന്നു, അയാൾ ഹജ്ജ് ചെയ്തിരുന്നു, നമ്മുടെ ഭാഷയിൽ നല്ല മുത്തക്കിയാണ്. പക്ഷെ അയാൾ നരകത്തിലേക്ക് എത്തിപ്പെടുവാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അയാളുടെ ജീവിതത്തിന്റെ വേറെ കുറെ ഭാഗങ്ങളിൽ ആ തഖ്വ ഉണ്ടായിരുന്നില്ല. അപ്പൊ തഖ്വ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വേഷവിധാനത്തിന്റെ പേരല്ല. തഖ്വ എന്ന് പറയുന്നത് കേവലം കുറച്ച് അല്ലെങ്കിൽ കുറച്ച് അമലും ഇബാദത്തുകളും അത് കൃത്യമായി കൊണ്ടു നടക്കുന്നതിന്റെ പേരുമല്ല. തഖ്വ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ കാര്യങ്ങളിലും ഞാനൊരു പടച്ച തമ്പുരാന്റെ കൺവെട്ടത്താണെന്നും ആ റഹ്മാനായ റബ്ബ് എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഉള്ള ശക്തമായ ഒരു അവബോധം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു മാളിലേക്ക് പോകുന്നു, ആ മാളിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സാധനം എടുത്ത് നിങ്ങൾ പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ആരും കാണാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സദാ ഒരു സർവൈലൻസ് ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഒരു നിരീക്ഷണ ക്യാമറ നിങ്ങൾ പിന്തുടരുന്നുണ്ട്. ആ ക്യാമറ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധം നിങ്ങളെ അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ, അത് ചെയ്യുന്നിടത്ത് നിങ്ങളെ തടുക്കുന്നുണ്ടെങ്കിൽ, ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വളരെ വ്യക്തമായ ഒരു ബോധത്തിന്റെ പേരിനെ കൂടിയാണ് നമ്മൾ തഖ്വ എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ എല്ലാ അമലുകളിലൂടെയും നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അഖീമുസ് സ്വലാത്ത വത്തഖൂ, നിങ്ങൾ നമസ്കാരം നിലർത്തുക, അതേപോലെ തന്നെ അതിലൂടെ തഖ്വയും കാത്തു സൂക്ഷിക്കുക. നമസ്കാരം കേവലം നിസ്കാരക്കാരായ പോരോ നിങ്ങൾ. ആ നമസ്കാരം നിങ്ങളെ നല്ല ഒരു പടച്ച തമ്പുരാനെ പേടിക്കുന്ന, ഭയപ്പെടുന്ന, അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാക്കിയിട്ട് അവനെ മാറ്റണം എന്നുള്ളത് കൂടെ ആ നമസ്കാരത്തിന്റെ തേട്ടമാണ്. അല്ലെങ്കിൽ ആ നമസ്കാരം കൊണ്ട് വലിയ പ്രയോജനമില്ല. അപ്പൊ കേവലം നിങ്ങൾ നമസ്കാരക്കാരാവുക എന്നുള്ളതിനപ്പുറത്ത് ആ നമസ്കാരം നിങ്ങളെ നല്ലൊരു മുത്തഖി കൂടെ ആക്കണം. ആ നമസ്കാരം നിർവഹിക്കുന്ന അയാള് തെറ്റായ, കുറ്റങ്ങളായ, അതേപോലെ തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ഞാനൊരു നമസ്കാരക്കാരനായിക്കൊണ്ട് ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ റബ്ബെന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വ്യക്തമായ ബോധം. ഓരോ നേരത്തും പടച്ചതമ്പുരാന്റെ മുന്നിൽ ചെന്ന് ഞാൻ തലകുനിക്കുന്നത്, അവന്റെ മുന്നിൽ ശിരസ് വഹിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ ആ റബ്ബെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധമാണ്. ആ ബോധം നമ്മുടെ ബാക്കി മേഖലകളിൽ കൂടെ ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. അതേപോലെ വസയുജന്നബുഹൽ അഖ്വാ അല്ലദീ യുക്തി മാലഹു യതസക്ക, പരമഭക്തനാണ് ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക. അങ്ങേയറ്റത്തെ തഖ്വയുള്ള ആളുകളാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക. നരകത്തെ എന്ന് മാത്രമല്ല, യുക്തി മാലഹു യതസക്ക, അതേപോലെ തന്നെ അവൻ അവന്റെ ജീവിതത്തെ സംസ്കരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് അവൻ അത്യധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയ അവന്റെ സമ്പത്തിൽ നിന്നും അവൻ റബ്ബിന്റെ മാർഗത്തിലേക്ക് ചെലവ് ചെയ്യുന്നു. റബ്ബിന്റെ മാർഗത്തിലേക്ക് അവൻ കൊടുക്കുകയാണ്.
കാരണം അവന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. ആ നരകത്തിൽ നിന്ന് ഞാൻ അകറ്റപ്പെടണം, അതോടൊപ്പം തന്നെ ഞാൻ സംസ്കരിക്കപ്പെടണം. സകാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് യഥാർത്ഥത്തിൽ നിങ്ങളെ തുതഹീറഹും വതുസക്കിഹിം ബിഹാ എന്നാണ്. അത് നിങ്ങളെ തത്ഹീറും തസ്കിയത്തും ചെയ്യാനുള്ള ഒരു സാധനമാണെന്നാണ്. അത് നിങ്ങളെ വൃത്തിയും വെടുപ്പുമുള്ള അങ്ങേയറ്റത്തിൽ ജീവിതത്തിൽ സൂക്ഷ്മതയും അതേപോലെ തന്നെ വിശുദ്ധിയുമുള്ള ആളുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന യുഹബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ അല്ലേ? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമ്പത്ത്, നിങ്ങൾ അത്യുദ്ധാനം ചെയ്തുണ്ടാക്കിയ സമ്പത്ത്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന സമ്പത്ത്, ആ സമ്പത്തിനെ അള്ളാന്റെ ഇഷ്ടത്തെ പ്രകാരം പടച്ചവന് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ എന്തുമാത്രം റബ്ബിന്റെ തൃപ്തിയെ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്ന ആളുകളാണ് തീർച്ചയായും മനസ്സുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കപ്പെടുന്നു. ഇതേപോലെ നമ്മളൊന്ന് എടുത്തു നോക്കുക, ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് ഹജ്ജിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുപോകേണ്ട സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായിട്ട് അവിടേക്കുണ്ടാകേണ്ട പാഥേയത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന് ഖൈറസ്സാദി തഖ്വ, അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ പാഥേയം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മുതലെന്ന് പറയുന്നത്, നിങ്ങളുടെ കൂടെ കൊണ്ടുപോകേണ്ട സാധനം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വയോടുകൂടിയാണ് ആ ഹജ്ജ് എന്ന കർമ്മത്തിന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്ന് മാത്രമല്ല, അവിടെ ചെന്നുകൊണ്ട് നിങ്ങൾ ബലി നൽകുന്നു, അല്ലെങ്കിൽ ഹജ്ജിന്റെ മാസത്തിൽ നിങ്ങൾ ബലി നൽകുന്നു. ആ ബലി നൽകുമ്പോഴും നിങ്ങളുടെ ഉദ്ദേശം ആ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവുമല്ലാത്ത മറ്റൊന്നുമല്ല. ലാ യനാലുല്ലാഹു ലഹൂമഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തേക്ക് നിങ്ങൾ ഈ അറുക്കുന്ന ആ മൃഗത്തിന്റെ രക്തമോ മാംസമോ ഒന്നും പോകുന്നില്ല. മറിച്ച് ആ മൃഗത്തെ അറുക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താ? റബ്ബിന്റെ തൃപ്തി കിട്ടണം, അള്ളാഹിന്റെ കൂലി കിട്ടണം, അവന്റെ പൊരുത്തം കിട്ടണം, നാളെ പടച്ച തമ്പുരാന്റെ അടുത്ത് എനിക്കതിന്റെ പ്രതിഫലം കിട്ടണം എന്ന അർത്ഥത്തിൽ നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തഖ്വയാണ് ആ റബ്ബിലേക്ക് എത്തുക. അല്ലാതെ നിങ്ങളുടെ കാട്ടിക്കൂട്ടലല്ല, നിങ്ങളുടെ പറച്ചിലല്ല, നിങ്ങളുടെ ചെയ്യലല്ല. അതിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ മനസ്സിന്റെ പ്രേരണ, ആ രംഗത്തൊക്കെ നിങ്ങളെ എന്താണ് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നിങ്ങളുടെ ഹൃദയം കൊള്ള നോട്ടമുള്ളവനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം. ഇനി അങ്ങോട്ട് മാത്രമല്ല, ഞാൻ നേരത്തെ ഓതി വെച്ച ഒരു ആയത്ത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങളെയും നിങ്ങളുടെ മുമ്പിലുള്ളവരെയും ഒക്കെ പടച്ച ആ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അങ്ങനെ തഖ്വയുള്ളവരാവുക എന്ന് പറയുന്നത് പോലെ രണ്ടാമത് പറഞ്ഞത് നിങ്ങളുടെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തിൽ നമുക്ക് വത്തഖുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. നിസ്കാരത്തിൽ മാത്രമല്ല, നോമ്പിൽ മാത്രമല്ല, സക്കാത്തിൽ മാത്രമല്ല, ഹജ്ജിന് മാത്രമല്ല തഖ്വ വേണ്ടത്. നിങ്ങളുടെ കുടുംബ വ്യവഹാരങ്ങളിൽ, നിങ്ങളുടെ ഭാര്യമാരോട്, മക്കളോട്, കുടുംബാംഗങ്ങളോട് എല്ലാം നിങ്ങൾ പെരുമാറുമ്പോൾ അവിടെയൊക്കെ റഹ്മാനായ റബ്ബിന്റെ ചില കൽപ്പനകളുണ്ട്, പടച്ച തമ്പുരാന്റെ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിന് ഞാൻ നാളെ പടച്ച തമ്പുരാന്റെ മറുപടി പറയേണ്ടതുണ്ട് എന്നൊരു ശക്തമായ ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാകട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെടാൻ. അപ്പൊ കുടുംബത്തിൽ നിങ്ങളുടെ ഇടപാടുകളിലും ഇടപെടലുകളിലുമൊക്കെ, നിങ്ങളുടെ വർത്തമാനത്തിലും പെരുമാറ്റത്തിലുമൊക്കെ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, ആ റബ്ബിന്റെ അടുത്തേക്ക് ഞാൻ മറുപടി പറയേണ്ടതുണ്ട് എന്നൊരു ബോധം നിസ്കാരത്തിലുള്ളതുപോലെ ഒരു തഖ്വാബോധം നിങ്ങളുടെ കുടുംബരംഗത്തും ഉണ്ടാകട്ടെ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ വഅസ്ലിഹു ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾ മറ്റൊരാളുടെ സഹോദരൻ മാത്രമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സഹോദരന്മാരല്ലാതെ മറ്റാരുമല്ല, പൂർണ്ണമായിട്ടും നിങ്ങൾ സഹോദരന്മാർ തന്നെയാണ്. ആയതുകൊണ്ട് ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ചെറിയ സ്ഖലിതങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, അതിനിടയിൽ സുൽഹുണ്ടാക്കുക, ആ ബന്ധങ്ങൾ നന്നാക്കുക. വത്തഖുല്ലാഹ്, അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഒരു സാമൂഹിക ജീവിയാണ്. ഒരുപാട് മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കുന്നവരാ. നമ്മുടെയൊക്കെ പെരുമാറ്റം ചില ആളുകൾക്ക് പിടിച്ചോളണമെന്നില്ല, അവരുടെ ചില സംഗതികൾ നമുക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനിടയിൽ ചില പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായാൽ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത,
അവിടെ നിങ്ങളെ എന്തിനാണ് പ്രേരിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു തഖ്വ. അപ്പൊ ഒരു സമൂഹത്തിലെ മനോഹരമായ ഒരു സാഹോദര്യ ബന്ധം കൂട്ടിയിണക്കുന്നതും തഖ്വയുടെ ഭാഗമാണ്. അതൊരു മുത്തഖിയുടെ പണിയാണ്. അവിടെ ഭിന്നിപ്പും കാലുഷ്യവും പരസ്പരമുള്ള വിദ്വേഷവും അതേപോലെ തന്നെ വൈരാഗ്യവും ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല, കരണീയമല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ജീവിതത്തിൽ ഈ വല്ലാത്ത ബന്ധത്തിന് വല്ലാത്ത പ്രാധാന്യം അവൻ നൽകണം. അത് അവന്റെ തഖ്വയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ ആളുകളെ പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരദൂഷണം പറയുമല്ലോ, കുറ്റം പറഞ്ഞ് നടക്കുമല്ലോ. ചില ആളുകളുണ്ട്, അവർക്ക് സ്വയം വലുതാകാൻ കഴിയില്ല. അപ്പൊ അവരെന്താ ചെയ്യാന്നറിയാം, മറ്റേ ആളെ ചെറുതാക്കും. വേറെ ആളെ ചെറുതാക്കുമ്പോൾ വലുതാവുമല്ലോ. പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ, അതേപോലെ ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലങ്ങളിൽ, ഓഫീസുകളിൽ ആളുകൾ ഇങ്ങനെ കൂട്ടായി ജീവിക്കുന്നിടത്ത് അതിന്റെ പുതിയ ഭാഷയിൽ പാര വെക്കുക എന്നാണ് പറയാ, അല്ലെ? ഈ പാരവെപ്പും മറ്റൊരാളെ ചവിട്ടിത്താഴ്ത്തലും ഇകഴ്ത്തലും ഒക്കെ ചില ആളുകൾക്ക് സ്വയം പൊന്താനും സ്വയം മുന്നിലേക്ക് വരാനും എന്താ കാരണം ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അങ്ങനെ ചിലതൊക്കെ ചെയ്യും. അതിനെക്കുറിച്ചിട്ട് ഖുർആൻ പറയുമ്പോൾ നിങ്ങളുടെ ഒരു സഹോദരനെ പറ്റി ഇല്ലാത്തതും അല്ലാത്തതും ഒക്കെ പറഞ്ഞിങ്ങനെ നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. അയാളെക്കുറിച്ച് അങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അയാളുടെ മാംസമാണ് നിങ്ങൾ ഭുജിക്കുന്നത്, അയാളെ കൊണ്ട് മാംസമാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം നിങ്ങൾ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് അതേപോലെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് ഒരുപക്ഷെ നിങ്ങൾ നിസ്കാരക്കാരനാണ്, നോമ്പുകാരനാണ്, സകാത്തുകാരനാണ്, ഹജ്ജുകാരനാണ്. പക്ഷെ ഈ തരം ഒരു പ്രതിലോഭപരമായ പ്രവർത്തനം നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തഖ്വയ്ക്ക് വിഘാതമാണ്. അതും നിങ്ങളുടെ തഖ്വയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ഒരു മുത്തഖിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ പേടിക്കുന്നില്ല എന്ന് പറയുന്ന ഇതിന്റെ അർത്ഥമാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു, ബലാ മൻ ഔഫാ ബിഅഹ്ദിഹി വത്തഖാ വഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ആളുകളോട് നിങ്ങൾ ചില കരാറുകൾ പറയും, ചില വാക്കുകൾ പറയും. ഞാൻ ഇന്ന ദിവസം വരാം, ഇന്ന സമയം തരാം, നമുക്ക് ഇന്നപ്പം കാണാം, ഇന്നപ്പത് തീർക്കാം, ഇന്നപ്പത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ചില വാക്കുകളും വർത്തമാനങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. ചില വാഗ്ദാനങ്ങൾ നിങ്ങൾ നിർവഹിക്കാറുണ്ട്. അത് ലംഘിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഇത് തഖ്വയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നതെന്ന്? ഇല്ലല്ലോ. എങ്കിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ നിങ്ങൾ ആ കരാറ് പാലിക്കുന്നിടത്തുനിന്ന് അവിടെയൊക്കെ അതേപോലെ അത്തരം ധാരണാപത്രങ്ങളൊക്കെ എഴുതിയിട്ട് അതിൽ നിന്നൊക്കെ നിങ്ങൾ പിന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല. ഈ കാര്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം ഒരു സമൂഹത്തിൽ നിങ്ങൾ കേവലം മുസ്ലിങ്ങളായ ഒരു ജനതയായിട്ട് ജീവിക്കേണ്ടവരല്ല. ഇവിടെ നിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിം അല്ലാത്ത മനുഷ്യർ നിങ്ങളെ നോക്കി ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ നോക്കി അവർ ഇസ്ലാം എന്താണെന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വാക്കിന് വിലയില്ലാത്ത ആളായാൽ അത് ഇസ്ലാമിന്റെ അക്കൗണ്ടിലാണ് എഴുതപ്പെടുക. അത് മുസ്ലിമാണ്, അയാൾ മുസ്ലിമാണ്, അയാൾ വാക്ക് പാലിക്കില്ല. അതേസമയം ഏത് വില കൊടുത്തും നിങ്ങൾ വാക്ക് പാലിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും അവർ മുസ്ലിങ്ങളാണ്, അവർ വാക്ക് പാലിക്കും. മുസ്ലിങ്ങളാണ്, അവർ മദ്യപിക്കില്ല. മുസ്ലിങ്ങളാണ്, അവർ പലിശ വാങ്ങില്ല എന്നൊക്കെ പറയപ്പെടുന്നത് പോലെ മുസ്ലിങ്ങളാണ്, അവർ വാക്ക് തെറ്റിക്കില്ല, അവർ കളവ് പറയില്ല എന്നൊക്കെ കൂടെ നിങ്ങളെപ്പറ്റി പറയുവാൻ കഴിയണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, വലിബാസു തഖ്വ ദാലിക ഖൈറുൻ ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തഖ്വയിൽ ഏറ്റവും വലിയൊരു വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം ഏതാണെന്നറിയോ? അത് ലിബാസു തഖ്വയാണ്. നിങ്ങളുടെ ശരീരം, നിങ്ങൾ അണിയുന്ന വസ്ത്രത്തെ കുറിച്ച്, അതിന്റെ ബ്രാൻഡിനെ കുറിച്ച്, അതിന്റെ വിലയെ കുറിച്ചും ഒക്കെ നോക്കാറുണ്ട്. പുതിയ മോഡലിനെ കുറിച്ച്, പുതിയ ഫാഷനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ ഷർട്ട്, നിങ്ങളുടെ പാൻസ്, നിങ്ങൾ അതേപോലെ ഇടുന്ന ഓരോ സംഗതിയും പുതിയ ട്രെൻഡ് എന്നാണ്. ആ ട്രെൻഡ് അനുസരിച്ച് നിങ്ങളുടെ വസ്ത്രത്തിൽ മാറ്റം വരുന്നു. അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് പ്രസ് ചെയ്യാതെ നമ്മൾ ഇറങ്ങാറില്ല, അത് അയൺ ചെയ്യാതെ ഇറങ്ങാറില്ല. ഈ അർത്ഥത്തിലൊക്കെ വസ്ത്രത്തെക്കുറിച്ച് വല്ലാതെ പരിഗണന നിങ്ങൾ ചെയ്യുമ്പോൾ കാരണം എന്താ വെച്ചാൽ ആൾപാതി ആടൈപാതി എന്ന് പറയും തമിഴില്, അല്ലേ? ആള് പകുതിയാണ്, ബാക്കി വസ്ത്രമാണ്. വസ്ത്രം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ നിർണ്ണയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഈ രംഗത്തേക്ക് വരുമ്പോൾ പറഞ്ഞത് എന്താ? താങ്കളുടെ വസ്ത്രം വൃത്തിയാക്കണം. വലിയൊരു സംഗതിയാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആ വസ്ത്രം എങ്ങനെ നിങ്ങൾ പരിഗണിക്കുന്നുവോ അതിനേക്കാൾ പരിഗണിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്. അതെന്താണ് ആ വസ്ത്രം എന്ന് പറഞ്ഞാൽ വലിബാസു തഖ്വ. അത് നിങ്ങളുടെ തഖ്വയുടെ വസ്ത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടനീളം ഒരു വസ്ത്രം നിങ്ങളുടെ ശരീരത്തോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ, ഒരു വസ്ത്രത്തെ നിങ്ങൾ എങ്ങനെ പരിഗണിക്കുന്നുവോ, അതേപോലെ നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തഖ്വയുടെ വസ്ത്രവും ഉണ്ടാകട്ടെ. ഞാൻ ഈ ഇടയ്ക്കൊരു ഫോട്ടോ കണ്ടിട്ട് അത് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഒരു സഹോദരൻ അയച്ചു തന്ന ഇറാനിലെ ഒരു കച്ചവടക്കാരൻ, അയാള് തന്റെ കച്ചവട സ്ഥാനത്ത് സാധനം തൂക്കി കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ്. തഖ്വ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെയുണ്ട്. അപ്പൊ ഞാനൊന്ന് വിചാരിച്ചു, ഇങ്ങനെ നോക്കുമ്പോൾ ത്രാസിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് തൂക്കി കൊടുക്കുന്നുണ്ട്, ഇതിലെന്താണ് ഈ തഖ്വ? എനിക്ക് ആ ഫോട്ടോയിൽ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല, എത്ര സൂക്ഷിച്ചു നോക്കിയിട്ട് കാണില്ല. അവസാനം ഞാൻ എനിക്ക് അയച്ചു തന്ന ആളോട് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആ ത്രാസിന്റെ ഒരു ഭാഗത്ത് കട്ടി വെച്ചിട്ടുണ്ട്, 1/2 കിലോ അല്ല 1 കിലോയുടെ കല്ല് വെച്ചിട്ടുണ്ട്, മറുഭാഗത്ത് 1 കിലോ കവറിലുള്ള ഒരു പഞ്ചസാരയോ ചായപ്പൊടിയോ എന്തോ ഒരു സാധനം അപ്പുറത്തും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കല്ലിന്റെ താഴെ ഈ കട്ടിയുണ്ടല്ലോ, തൂക്കുന്ന 1/2 കിലോ 1 കിലോ കട്ടി, ആ കട്ടിയുടെ താഴെ എന്തുകൂടെ വെച്ചിട്ടുണ്ട്? അപ്പുറത്ത് വെച്ച ആ കവറിന്റെ തൂക്കത്തിന് ഒരു കവർ കൂടെ വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു കവറിന് എന്ത് തൂക്കാ വരിക അല്ലേ? പക്ഷെ ഒരു കവറിന്റെ തൂക്കമുള്ള പഞ്ചസാര പോലും അയാളിൽ നിന്ന് അയാൾക്ക് ഞാൻ തൂക്കിക്കൊടുക്കുമ്പോൾ കുറഞ്ഞു പോകരുത് എന്ന് മനസ്സിലാക്കി ആ കവറിന് തുല്യമായൊരു കവർ, ആ കവറിന്റെ വലുപ്പമുള്ളൊരു കവർ ഇപ്പുറത്തെ കട്ടിയുടെ, ഈ ത്രാസിന്റെ കട്ടിയുടെ താഴെ വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിനെയാ മുസ്തഫ സബായി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം തന്നെയാണെന്നാണ് ഓർമ്മ. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഒരു വ്യാപാരി മുജാഹിദാണെന്ന് പറഞ്ഞു. വ്യാപാരി ഒരു മുജാഹിദാണ്. എന്താ മുജാഹിദ് എന്ന് പറഞ്ഞാൽ? യുദ്ധരംഗത്ത് പോരാട്ടം നടത്തുന്നവനെയാണ് മുജാഹിദ് എന്ന് പറയുക. അള്ളാന്റെ മാർഗത്തിൽ ജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുത്തിനെയാണ് നമ്മൾ മുജാഹിദ് എന്ന് പറയുക. ഒരു വ്യാപാരി അങ്ങനെയാന്ന് പറയും. അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അവനെ ഓരോ നിമിഷവും അവന്റെ താല്പര്യം അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ കച്ചവടം ചെയ്താൽ പോരാ, 10 റുപ്യ ഉണ്ടാക്കണം, അതിലിങ്ങനെയൊന്നും വിറ്റാൻ പറ്റൂല, കുറച്ച് പൈസ അധികം പറയണം, കുറച്ച് സാധനം കമ്മിയാക്കണം, കുറച്ച് സാധനം ക്വാളിറ്റി കുറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ സദാ ഷെയ്ത്താൻ പ്രലോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഷെയ്ത്താനെതിരെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടല്ലാതെ ഒരു സത്യവിശ്വാസിയായ വ്യാപാരിക്ക് വ്യാപാരം ചെയ്യുക സാധ്യമല്ല. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കച്ചവടം എന്ന് പറയുന്നത് ഒരു ജിഹാദാണ്, ഒരു മുജാഹിദാണ്. മറ്റൊരു അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ: ഒരു തയ്യൽക്കാരൻ അയാൾ സൂചിയും നൂലും കൊണ്ട് ഒരു വസ്ത്രം തുന്നി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഹലാലായിട്ടാണ് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടിയാണ് അയാളത് ചെയ്യുന്നതെങ്കിൽ ആ തയ്യൽക്കാരന്റെ സൂചിയും നൂലും എന്ന് പറയുന്നത് തസ്ബീഹ് മാലയുടെ മടികൾ മറിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ തസ്ബീഹ് മാല മറിക്കുമ്പോൾ എന്ത് പുണ്യം കിട്ടുന്നുവോ അതേ പുണ്യം തന്നെയാണ് ഈ തൂക്കി കൊടുക്കുന്നവനും ഈ സൂചിയും നൂലും ഉപയോഗിക്കുന്നവനും ഒക്കെ ലഭിക്കുക. അതെവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ റഹ്മാനായ റബ്ബിനോട് ഞാൻ മറുപടി പറയേണ്ടതുണ്ട്. ആ റഹ്മാനായ റബ്ബ് ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തഖില്ല ഹൈസുമാ കുൻതും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ എവിടെയാണെങ്കിലും എന്ന ബോധത്തോടുകൂടി തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസിയെ ഏറ്റവും തഖ്വയുള്ള മുത്തഖിയായ ആളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്നു. നമുക്കൊരു ചെറിയൊരു വർത്തമാനം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഇമാം അലി റഹ്മത്തുള്ളാഹി അലൈഹി 4ാമത്തെ ഖലീഫയാണ്. ഖുലഫായ റാഷിദുകളിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമപുത്രി ഫാത്തിമയുടെ ഭർത്താവും ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വിജ്ഞാനത്തിന്റെ അന മദീനത്തുൽ ഇൽമി അലിയും ബാബുഹ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അലിയാണ് അതിന്റെ കവാടം എന്ന് പറഞ്ഞ വിജ്ഞാനത്തിന്റെ കേദാരമായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ, ചെറിയൊരു ഉപമ തഖ്വയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഖുലഫായ റാഷിദുകൾപ്പെട്ട
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ വിശദീകരിച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്തുകൊണ്ട് അതിനൊരു ഡെഫിനേഷൻ ആയിക്കൊണ്ട് നിർവചിച്ചുകൊണ്ട് പറഞ്ഞു അൽ ഖൗഫ് മിനൽ ജലീൽ, പ്രതാപവാനായ റബ്ബിനെ കുറിച്ചുള്ള ഒരു ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ തഖ്വ. ആ പടച്ചവൻ എൻ്റെ എല്ലാ ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഖൗഫാണ്, ഭീതിയാണ്, ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ശിക്ഷ തീർച്ചയായിട്ടും ഉറപ്പാണ്. അത് തടുക്കാനും നിങ്ങളെ തടഞ്ഞു നിർത്താനും ഒരാളുമില്ല. തീർച്ചയായിട്ടും ആ റഹ്മാനായ റബ്ബിന്റെ ആ വിളിക്കുത്തരം നൽകി ഞാൻ പോകേണ്ടതുണ്ട്. എനിക്ക് നൽകപ്പെട്ട എല്ലാ ഓരോന്നിനെ കുറിച്ചും ഞാൻ കൃത്യമായിട്ട് അവനോട് മറുപടി പറയേണ്ടതുണ്ട് എന്ന ശക്തമായിട്ടുള്ളൊരു ബോധം എന്നെ നയിക്കുമ്പോൾ അതിന്റെ പേരാണ് തഖ്വ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റാഖിബില്ല, അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ ഒരു കാവൽക്കാരനായി നിർത്തുക. നിങ്ങൾ ഒരു ഭാഗത്ത് ഒരു ലോഡ് കല്ല് തട്ടിയിട്ടുണ്ട്, ആ കല്ല് തട്ടിയെടുത്ത് നിങ്ങളൊരു വാച്ച്മാനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു കാവൽക്കാരനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതാരും അത് എടുത്തുകൊണ്ടുപോവുകയില്ല. അതേപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ, നിങ്ങളുടെ വർത്തമാനത്തിന്റെ, നിങ്ങളുടെ ചെയ്തികളുടെ എല്ലാ മുന്നിൽ ഒരു കാവൽക്കാരനെ നിർത്തുക. റാഖിബില്ല, നിങ്ങളൊരു റഖീബായ, സദാ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈവായിട്ടുള്ള ഒരു ക്യാമറ നിങ്ങളിലേക്ക് തിരിച്ചു വെക്കുക. എൻ്റെ റഹ്മാനായ റബ്ബ് അവന്റെ കൺവെട്ടത്താണ് ഞാനുള്ളത്, അവന്റെ സർവൈലൻസിന്റെ കീഴിലാണ് ഞാനുള്ളത്, അവൻ കൃത്യമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ നിങ്ങൾ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതീക്ഷിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങേയറ്റം സൂക്ഷ്മതയുള്ള ആളായി മാറും. അതാണ് തഖ്വയുടെ ഒരു ഉദ്ദേശം. ലുഖ്മാൻ അലൈഹിസ്സലാം മകന് നൽകിയ ഉപദേശം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ എങ്ങനെ ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, നിനക്ക് ഇഷ്ടമുള്ള പക്ഷെ ജീവിച്ചോ, പക്ഷേ അള്ളാഹു കാണാതെ നീ എന്തിഷ്ടമില്ലാത്ത, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യം നീ ചെയ്യുമ്പോഴും അള്ളാഹ് കാണാതെ ചെയ്യാൻ നോക്കണം കേട്ടോ. പടച്ചോൻ കാണാതെ വേണമെങ്കിൽ ചെയ്തോ, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. പക്ഷേ റബ്ബിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വേണം നിനക്കത് ചെയ്യാൻ. സാധ്യമാണോ? ആയതുകൊണ്ട് തന്നെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ഓർമ്മ തീർച്ചയായിട്ടും നമുക്ക് വേണം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ റാഖിബില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മേൽനോട്ടക്കാരനായിട്ട്, ഒരു കാവലായിട്ട് നിങ്ങൾ ചെയ്യുക. കുൻ അബദൻ കഅന്നക തറാഹു അല്ലാഹു അസ്സ വജല്ല, നിങ്ങളാവുക ഏതുപോലെ കഅന്നക തറാഹു അല്ലാഹു അസ്സ വജല്ല, ഞാൻ എന്നെ ഇതാ സദാ എൻ്റെ നാഥൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു, അവന്റെ കൺവെട്ടലാണ് ഉള്ളത്. അഫലാ യഅലമു ഇദാ ബുഇസറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ, അവർ മനസ്സിലാക്കുന്നില്ലേ അവരുടെ ഖബറിലുള്ളതൊക്കെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ എന്ത് പ്രവർത്തനമായിട്ട് എന്തൊക്കെ ചെയ്താലും ഈ റബ്ബക ഔഹാലഹ, അതേപോലെ തന്നെ ഈ അള്ളാഹിന്റെ മുമ്പിൽ ഈ വർത്തമാനങ്ങളൊക്കെ, ഈ അഖ്ബാർ മുഴുവൻ, ഈ ഭൂമി എല്ലാ വർത്തമാനവും പറയും. നിങ്ങൾ എവിടെ രഹസ്യമായി ചെയ്തിട്ടുണ്ടെങ്കിലും, എവിടെ പരസ്യമായി ചെയ്തിട്ടുണ്ടെങ്കിലും, ഇവിടുത്തെ ഓരോ മൺതരികളും ഓരോന്നും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിങ്ങളുടെ കയ്യും കണ്ണും കാതും എല്ലാം പറയുന്നതിനുപരി ഈ പ്രകൃതി മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കും. എന്ന് വഹുസ്സില മാ ഫിസ് സുദൂർ, അങ്ങനെ നിങ്ങളുടെ കൽബിന്റെ അകത്തുള്ളതുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിനകത്തുള്ളത്, അതിനെപ്പോലും അള്ളാഹു പഴത്തിന്റെ തൊലി പൊലിച്ചിട്ട് പഴം കെടുക്കുന്നതുമാതിരി ഹുസ്സില തഹസീൽ. അതാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് തൊലിച്ചെടുക്കുക. നിങ്ങൾ മൂടിയും മറച്ചും വെച്ചതിനെയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പടച്ച തമ്പുരാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കും. അങ്ങനത്തെ ഒരു ദിവസം വരും, യാതൊരു സംശയവുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കർമ്മങ്ങൾ നഗ്നമാക്കപ്പെടുന്ന ഒരു വല്ലാത്ത ദിവസമുണ്ട്. ഞാനൊന്ന് വെറുതെ ചോദിച്ചു നോക്കട്ടെ, ഒരു സിനിമ കാണിക്കപ്പെടുന്നുണ്ട്. എന്താ സിനിമ എന്നറിയാം? നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ ഈ 58 60 വയസ്സ് വരെയുള്ള, 38 40 വയസ്സ് വരെയുള്ള, 35 40 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ കാര്യത്തെയും പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് പൂർണ്ണമായിട്ട് ഒരു സിനിമയാക്കി എടുത്തിട്ട് ആ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതിൽ കാണിക്കാൻ കൊള്ളാത്ത കുറേ സാധനം ഇല്ലേ? എന്താ മിണ്ടാത്ത? ഉണ്ട്. വഷളത്തരങ്ങളായ, പുറത്ത് പറയാൻ കൊള്ളാത്ത, പുറത്ത് കാണിക്കാൻ കഴിയാത്ത, ആരോടും പറയാൻ കഴിയാത്ത, മഹാവൃത്തികെട്ട, അങ്ങേറ്റം മോശപ്പെട്ട കുറേ അധ്യായങ്ങൾ, കുറേ സീനുകൾ അതിലുണ്ട്. അഊദു ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്.
ഒന്ന് ആലോചിച്ചു. ഇത് മുഴുവൻ അവിടെ കാണിക്കപ്പെടും. നിങ്ങളുടെ കൽബുകളിൽ പോലുള്ള വികാരം പോലും, നിങ്ങളുടെ മനസ്സിന്റെ മനോഗത ചിന്തകൾ പോലും, നിങ്ങളുടെ ചുണ്ടുകളുടെ മെർമറി, നിങ്ങളുടെ ചുണ്ടുകളുടെ ബിറുബിറുക്കൽ, നിങ്ങളുടെ മനസ്സിന്റെ ആന്തോളനങ്ങൾ എല്ലാം ഒന്നില്ലാതെ അവിടെ കാണിക്കപ്പെടുകയാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലേ, നഊദുബില്ല, പടച്ചോൻ കാക്കട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം വരുന്നതിന് മുമ്പ്, എന്റെ നാഥന്റെ മുമ്പിൽ അങ്ങനെ ഞാൻ വെളിവാക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ആ കുറേ സാധനം ഡെലിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ മൊബൈലിൽ കാണാൻ പാടില്ലാത്തൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യല്? വേറെ ആരെങ്കിലും നമ്മുടെ മൊബൈലെടുത്ത് നോക്കിയാലോ വെച്ചിട്ട് ആ ഹിസ്റ്ററിയൊക്കെ, ബാക്ക് ഹിസ്റ്ററി ഒക്കെ ഡെലിറ്റ് ചെയ്യും, അല്ലേ? അങ്ങനെയല്ലേ? ഇതൊന്നും അറിയാത്ത പോലെ അങ്ങനെയാണ്, അല്ലേ? ബാക്ക് ഹിസ്റ്ററി. പക്ഷെ അവന്റെ ഹിസ്റ്ററിയിൽ ഇതൊന്നും പോവില്ല. അവന്റെ ഹിസ്റ്ററിയിൽ നിന്ന് ഇതൊന്നും പോവില്ല. നിങ്ങൾ എന്ത് ഹിസ്റ്ററി ഡെലിറ്റ് ചെയ്താലും അവന്റെ കയ്യിലൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയിൽ അവനെ പിടിക്കും. അത് മുഴുവൻ അവിടെ വെളിവാക്കപ്പെടും. ആയതുകൊണ്ട് നിങ്ങളെല്ലാം ആലിമുൽ ഗൈബി വശ്ശഹാദ, മറഞ്ഞതും തെളിഞ്ഞതുമൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു നാഥനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധം. അൽ ഖൗഫു മിനൽ ജലീൽ, അങ്ങനെ പ്രതാപവാനായ ആ റബ്ബിനെ കുറിച്ചുള്ള ഒരു ചിന്ത, ഭയം. അതാണ് വൽ അമലു ബിത്തൻസീൽ. രണ്ടാമത്തത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളാകട്ടെ വഅമലു ബിത്തൻസീൽ. എന്താണ് ആ വിശുദ്ധ ഖുർആൻ നിങ്ങളോട് പഠിപ്പിച്ചതെന്നത്? എന്താണ് ആ ഖുർആൻ പറഞ്ഞത്? അത് കേവലം ബർക്കത്തിന് വേണ്ടി മാത്രം ഓതുന്ന സാധനമാണോ? അല്ലല്ലോ. അത് ബർക്കത്തിന് വേണ്ടി മാത്രം ഓതുന്ന സാധനമല്ല. അതിനർത്ഥം അത് പ്രവർത്തനരംഗത്ത് കൊണ്ടിട്ടുണ്ടാകും. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ എന്നോട് ഈ വിഷയത്തിൽ ഖുർആൻ എന്ത് പറയുന്നു? നിങ്ങളൊരു കച്ചവടക്കാരനാണ്. ഒരു കച്ചവടക്കാരനോട് ഖുർആൻ എങ്ങനെയാണ് കച്ചവടം ചെയ്യാൻ പറയുന്നത്? ഒരു അധ്യാപകനാണ്. ആ അധ്യാപകൻ എങ്ങനെയാണ് അധ്യാപന വൃത്തി നിർവഹിക്കേണ്ടത്? ഒരു തൊഴിലുടമയാണ്, അയാൾ എങ്ങനെയാണ് തൻ്റെ ജീവനക്കാരോട് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ ഈച്ച് ആൻഡ് എവരി നുക്ക് ആൻഡ് കോർണർ, അതിൻ്റെ എല്ലാ ഓരോ ചെറുതും വലുതുമായ എല്ലാ സംഗതികളിലും വൽ അമലു ബിത്തൻസീൽ, ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാക്കുക. അതാണ് തഖ്വ. പിന്നെ പറഞ്ഞു വൽ ഖനാഅതു ബിൽ ഖലീൽ. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റാത്തൊരു സംഗതിയാണ്. ഏറ്റവും മിനിമത്തിൽ തൃപ്തിപ്പെടുക, ഏറ്റവും സിമ്പിളായിട്ട് ജീവിക്കുക. സിമ്പിൾ തിങ്സ് ആൻഡ് ഹൈ തിങ്കിങ്, അല്ലേ? ഉയർന്ന ചിന്തയും വിനയമുള്ള വർത്തമാനങ്ങൾ. ഖലീഫമാരുടെ വീട് അന്വേഷിച്ച് പോയപ്പോൾ അവിടെ കൊട്ടാരമൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുമായിട്ട് സംവദിച്ചപ്പോൾ വലിയ ചിന്തകൾ. അതാണ് ഈ പറയുന്നത് സിമ്പിൾ തിങ്സ് ആൻഡ് ഹൈ തിങ്കിങ്. ഉയർന്ന നിലവാരത്തിലുള്ള പെരുമാറ്റങ്ങളും വർത്തമാനങ്ങളും അവരിൽ നിന്ന്, ജീവിത വീക്ഷണങ്ങൾ അവരിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഉടക്കർ ഒട്ടി നിന്നുകൊണ്ട്, ചാളപ്പരയിൽ താമസിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർണ്ണാഭമായ ഒരു വളവളപ്പുള്ള ജീവിതം അവരിൽ കാണാൻ കഴിഞ്ഞില്ല. വൽ ഖനാഅതു ബിൽ ഖലീൽ, ഏറ്റവും മിനിമത്തിൽ തൃപ്തിപ്പെടുക. നിങ്ങൾ ഒരു ഉന്തുസഖി ഒരു കുല മുന്തിരി പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അല്ലേ? എന്താണ് ഈ ഇതിവ്രതം എന്നറിയോ? ആ പാട്ടൊക്കെ നിങ്ങൾ പാടിയിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു ആപ്പിള് വാങ്ങാൻ പൂതിയായിട്ട് ഹസരത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ്, കവി അത് മുന്തിരി എന്ന് പറഞ്ഞിരിക്കണം, എന്തോ ആകട്ടെ, ആപ്പിളാണെങ്കിലും മുന്തിരി ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും തൻ്റെ കുട്ടികൾക്കെത്തി തിന്നാൻ പൂതി ഉണ്ടായപ്പോൾ എന്നും കൊടുക്കുന്ന റേഷനിൽ നിന്നത് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അവസാനം ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യ എന്ത് ചെയ്തു എന്നറിയോ? തനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അവസാനം ഒരു ദിവസം തൻ്റെ മക്കൾക്ക് ഒരു നല്ല ബിരിയാണി പോലെ, നിങ്ങളുടെ ഭാഷയിൽ പറയാം, നമ്മുടെ ഭാഷയിൽ പറയാം, നല്ലൊരു കുഴിമന്തി പോലെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തു. ഹസരത്ത് ഉമർ ബിൻ അസീസ് എന്ന് വന്നപ്പോൾ ഈ നല്ല ഫുഡാണ് കണ്ടത്. ഇത് എവിടുന്ന ഇത് പൈസ വെച്ചു? ഞാൻ തരുന്ന റേഷൻ പ്രകാരം, പൈസ പ്രകാരം ഇത് ഉണ്ടാകാൻ പാടില്ലല്ലോ. വൽ ഖനാഅതു ബിൽ ഖലീൽ, ഏറ്റവും മിനിമത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, ഇതെവിടുന്ന ഇതിന്റെ പൈസ കിട്ടി വെച്ചു. അപ്പം പറഞ്ഞു, നിങ്ങൾ തരുന്നതിന് കുറേശ്ശെ, കാരണം നമ്മുടെ മക്കൾ പലയിടത്തും പോകുമ്പോൾ അവിടുത്തെയൊക്കെ ഭക്ഷണ വിഭവം കാണുമ്പോൾ നമ്മുടെ കുട്ടികളെ ആർത്തി കാണിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ തിന്ന് ജീവിച്ചവരാ.
താങ്കൾ ഖലീഫയായപ്പോൾ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഒരു മുന്തിരി വാങ്ങാനും ഒരു ആപ്പിൾ വാങ്ങാനും ഒന്നിനും പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെത്തി. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുമല്ലോ ആഗ്രഹം, വളരുന്ന കുട്ടികളല്ലേ, അവർക്ക് ഈ മാനേഴ്സ് ഒന്നും അറിയില്ലല്ലോ, അവരതിനോട് വല്ലാത്ത ആർത്തി കാണിക്കില്ലേ. അപ്പം അവർക്കുള്ള പൂതി നിർവഹിക്കാൻ വേണ്ടി ഈ തന്ന പൈസയിൽ നിന്ന് കുറേശ്ശെ പിച്ചം പിടിച്ച് ഞാനൊരു സാധനം എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പം എന്താ പറഞ്ഞെന്നറിയോ? അപ്പം ഞാൻ ഇപ്പം തരുന്ന പൈസത്തിൽ ഇത്തിരി അധികം ഉണ്ടല്ലേ, നാളെ മുതൽ റേഷൻ വീണ്ടും കട്ട് ചെയ്തിരിക്കുന്നു, നാളെ മുതൽ നിനക്ക് അലോട്ട് ചെയ്ത പൈസ ഇനിയും കമ്മിയാക്കിയിരിക്കുന്നു. ഇതൊരു ഖലീഫയുടെ ജീവിതമാണ്, ഇതൊരു ഭരണാധികാരിയുടെ ജീവിതമാണ്. ലക്ഷങ്ങളുടെ കോട്ടിടുന്ന, കോടികളുടെ ഭക്ഷണങ്ങൾ തിന്നുന്ന, കോടികൾ കൊണ്ട് അമ്മാനം പാടുന്ന ലോകത്തുള്ള ഒരുപാട് ഭരണാധികാരികൾ അവരുടെ മുന്നിൽ തികവാർന്ന ചില മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കോറിയിട്ട് കൊണ്ടുപോയ ഒരു പറ്റം ആളുകളുണ്ട്. അവ തഖ്വയുടെ നിർദ്ദേശമായിരുന്നു അവരൊക്കെ. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുക, തീർച്ചയായിട്ടും അള്ളാഹു ഏറ്റവും റഹീം എന്ന് മാത്രമല്ല, നാളെ വരാൻ പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന ഓർമ്മ വെച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവരുമാകുക. ഇൻഷാ അള്ളാഹ് അങ്ങനെ ആകാൻ കഴിഞ്ഞാൽ നമ്മൾ മുക്തഖിയായി തഖ്വയുള്ളവരായി. അല്ലാതെ വേഷം കൊണ്ട് പച്ച തലപ്പാക്കെട്ടും വലിയൊരു താടിയും കയ്യിൽ ദസ്ബിയും ഇങ്ങനെ വെറ്റിലങ്ങനെ ഒറ്റിക്കൊണ്ട് അങ്ങനെ ഇതായിക്കൊണ്ട് ചില വേഷവിധാനം കൊണ്ട് നിങ്ങൾ തഖ്വയെ അളക്കണ്ട. തഖ്വയെ അളക്കണമെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തി നോക്ക്. അവൻ്റെ അമലി ഭാഗത്തും മാത്രം വെച്ചുകൊണ്ട് തഖ്വയെ അളക്കണ്ട. അവന് പറ്റുന്ന വർത്താനം പറഞ്ഞ് നോക്ക്, അവനോടൊന്ന് പെരുമാറി നോക്ക്, അവനോട് ഇടപാട് നടത്തി നോക്ക്. അങ്ങനെ എല്ലാം നടക്കുമ്പോൾ അവിടെയൊക്കെ അള്ളാന്റെ കൽപ്പനയും റസൂലിന്റെ സുന്നത്തും അവന്റെ ജീവിതത്തിൽ അവൻ പേണിക്കാത്ത് നടക്കുന്നുണ്ടെങ്കിൽ, സൂക്ഷ്മതയോടെ അവൻ പിൻപറ്റുന്നുണ്ടെങ്കിൽ അതാണ് തഖ്വ. അങ്ങനെ ഒരു മുത്തഖിയാകാനാണ് നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ്. കുറേ നിസ്കാരങ്ങൾ വന്നുപോയി, പക്ഷെ എനിക്ക് യാതൊരു മാറ്റവുമില്ല എന്ന് പറയുന്ന അർത്ഥത്തിലല്ലാതെ ഈ വരാൻ പോകുന്ന നോമ്പ് നാം നിർവഹിച്ചുകൊണ്ടിരുന്ന നിസ്കാരം ഇൻഷാ അള്ളാഹ് നമ്മെ സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്, നല്ല മുത്തഖിയാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.